ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലവും തീർത്ഥാടന കേന്ദ്രവുമാണ് രാമേശ്വരം. മന്നാർ കടലിടുക്കിലാണ് രാമേശ്വരത്തിന്റെ സ്ഥാനം. രാമായണം എന്ന ഇതിഹാസ കാവ്യമനുസരിച്ച് ലങ്കാപതിയായ രാവണനാൽ അപഹരിക്കപ്പെട്ട തന്റെ പത്നി സീതയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണ് എന്നൊരു പ്രത്യേകതയുമുണ്ട്. 61.8 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് രാമേശ്വരം ദ്വീപിന്. ഐതിഹ്യത്തെക്കുറിച്ച് പറയാം. ശ്രീരാമചന്ദ്രനാൽ ശിവപ്രതിഷ്ഠ നടന്ന സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രദേശമാണ് രാമേശ്വരം. രാമന്റെ ഈശ്വരൻ വാണരുളുന്ന ദേശം എന്ന അർത്ഥത്തിൽ ഈ പ്രദേശത്തിന് രാമേശ്വരം എന്ന പേര് ലഭിച്ചിരിക്കുന്നു. ആദികാവ്യമായ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് രാമേശ്വരം. ഭാരത ഉപദ്വീപത്തിൽ നിന്ന് ലങ്കയിൽ എത്തിച്ചേരുന്നതിനായി ഇവിടെ നിന്ന് ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിലേക്ക് പാലം പണിതു എന്നാണ് വിശ്വാസം. രാമായണത്തിൽ ഈ കഥ സേതുബന്ധനം എന്ന് പരാമർശിക്കപ്പെടുന്നു. സേതു എന്നാൽ പാലം അഥവാ അണ എന്നർത്ഥം. രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന പാലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂഭാഗം രാമസേതു എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ട സ്ഥലം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അഗ്രം കൊണ്ട് അടയാളപ്പെടുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ധനുഷ്കോടി. രാവണനെ പരാജയപ്പെടുത്തിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ രാമൻ വിഭീഷണന്റെ അഭിപ്രായം കേട്ട് തന്റെ വില്ലിന്റെ മുന കൊണ്ട് സേതുവിനെ ഉടക്കിയാൽ ധനുഷ്കോടി എന്ന സ്ഥലനാമം ഉണ്ടായി എന്ന അഭിപ്രായവും ഉണ്ട്. മഹോദതിയും രത്നാകരവും സന്ധിക്കുന്ന ധനുഷ്കോടിയിൽ മുങ്ങിക്കുളിച്ചാലേ കാശി യാത്രയുടെ ഫലം സമ്പൂർണ്ണമായി ലഭിക്കൂ എന്നാണ് വിശ്വാസം. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. ആ സമയത്തും ഭാരതത്തിനകത്തും പുറത്തു നിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ ദർശനത്തിന് എത്തുന്ന പുണ്യപുരാതനമായ തീർത്ഥാടന കേന്ദ്രമാണ് രാമേശ്വരം. കിഴക്ക് ദിക്കിൽ ജഗന്നാഥൻ, പടിഞ്ഞാറ് ദ്വാരകാനാഥൻ, വടക്ക് ബദരീനാഥൻ എന്നിങ്ങനെ വിഷ്ണു ഭഗവാൻ നാഥനായപ്പോൾ യമദേവന്റെ ദിക്കായ തെക്കിന് കാലനും കാലനായ ശിവൻ നാഥനായി. രാമന്റെ നാഥനായി ഈശ്വരനായി ശിവൻ രാമേശ്വരൻ എന്ന നാമത്തിൽ ജ്യോതിർലിംഗമായി ഇവിടെ വാണരുളുന്നു. രാമായണത്തിൽ വളരെ വിശദമായി രാമേശ്വരം മഹാത്മ്യം വർണ്ണിച്ചിട്ടുണ്ട്. ശ്രീരാമൻ ലങ്കയിൽ ചേർന്ന് വാനരന്മാരുടെ സഹായത്തോടുകൂടി സേതു ബന്ധിച്ച് രാവണനെയും കൂട്ടരെയും വധിച്ച് സീതയെ വീണ്ടെടുത്തു. രാവണനെ കൊന്ന ബ്രഹ്മഹത്യാ പാപം തീരുന്നതിനു വേണ്ടി ഒരു ശിവലിംഗം നിർമ്മിച്ച് പൂജ നടത്താൻ ഋഷിമാരും ദേവന്മാരും ശ്രീരാമനോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു ശുഭമുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു. കൈലാസത്തിൽ നിന്നും ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാനെ നിയോഗിച്ചു. ശിവലിംഗം പ്രതിഷ്ഠിക്കേണ്ട സമയം എത്തിയിട്ടും ഹനുമാൻ എത്തിയില്ല. ഉടൻ തന്നെ സീതാദേവി മണൽ കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അതിൽ പൂജാതി ക്രിയകൾ നടത്തുകയുണ്ട്. ഈ ശിവലിംഗമാണ് വിശ്വപ്രസിദ്ധമായ രാമേശ്വരം ജ്യോതിർലിംഗം. ഈ സമയത്ത് ഹനുമാൻ 2 ശിവലിംഗങ്ങളുമായി എത്തുകയും തന്റെ വരവിന് മുമ്പ് ശിവലിംഗം പ്രതിഷ്ഠിച്ചതിനാൽ ഹനുമാൻ കോപിഷ്ഠനാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. സീതാദേവി നിർമ്മിച്ച ശ്രീരാമചന്ദ്രൻ പൂജിച്ച ആ ശിവലിംഗം തന്റെ വാലുകൊണ്ട് ഇളക്കി മാറ്റാൻ ഹനുമാൻ ശ്രമിച്ചു. പരാജയപ്പെട്ട ഹനുമാന്റെ സങ്കടം കണ്ട് ശ്രീരാമൻ ആശ്വാസവാക്കുകൾ പറഞ്ഞു. ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം രാമേശ്വര ലിംഗത്തിന് ഇടതുവശത്തായി പ്രതിഷ്ഠിച്ചു. ഈ ശിവലിംഗത്തിന് ആദ്യം പൂജ നടത്തണമെന്നും ശ്രീരാമൻ കൽപ്പിച്ചു. ഇന്നും ഹനുമാൻ കൊണ്ടുവന്ന ഈ ശിവലിംഗത്തിൽ പൂജകൾ നടത്തിയതിനു ശേഷമേ രാമേശ്വര ലിംഗത്തിന് പൂജകൾ നടത്താറുള്ളൂ. ഈ ശിവലിംഗം വിശ്വനാഥ ലിംഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗംഗാജലം കൊണ്ട് ശ്രീരാമൻ ശിവലിംഗത്തിന് അഭിഷേകം നടത്തി. ഇതിനായി തന്റെ അസ്ത്രം ഉപയോഗിച്ച് ഒരു തീർത്ഥക്കുളമുണ്ടാക്കി. കോടിതീർത്ഥം എന്ന പേരിൽ ഈ തീർത്ഥക്കുളം പ്രസിദ്ധമായി തീർന്നു. ക്ഷേത്രമതിൽ കെട്ടിനകത്ത് 22 പവിത്രവും പുണ്യവും മോക്ഷകരവുമായ തീർത്ഥങ്ങളുണ്ട്. തീർത്ഥങ്ങളെല്ലാം കിണറുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ വെള്ളത്തിൽ സ്നാനം ചെയ്താൽ പാപമോചനമുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.